ഹലോ നമസ്കാരം. എക്സൽ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായിട്ടും പറഞ്ഞിരുന്നത് എക്സൽ തുറന്നു വരുമ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത്, എക്സലിലുള്ള ഓരോ ഫയലുകൾ അല്ലെങ്കിൽ ഒരു കാൽക്കുലേഷൻ എങ്ങനെ ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് പറഞ്ഞത്. പിന്നെ നിങ്ങൾക്ക് ഫോർമുലകളൊക്കെ യൂസ് ചെയ്ത് പഠിക്കാൻ ഞാൻ എൻ്റെ മറ്റൊരു പ്ലേലിസ്റ്റായിട്ട്, അതായത് ഇതിൻ്റെ മുമ്പ് ഞാൻ എക്സലിൽ ഫോർമുലകളൊക്കെ ഉപയോഗിക്കുക എങ്ങനെയെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് കണ്ട് ഫോളോ ചെയ്തിട്ട് വേണം, അല്ലെങ്കിൽ ഒന്നുകിൽ നിങ്ങൾ ഈ ടൂളുകളൊക്കെ കണ്ടതിന് ശേഷം നിങ്ങൾക്കത് ഫോളോ ചെയ്യാം. അതല്ലെങ്കിൽ ഇപ്പോൾ ഈ ക്ലാസ് ഇവിടെ വെച്ച് ബ്രേക്ക് ചെയ്ത് ആ ഫോർമുലാസിൻ്റെ സെക്ഷൻ മുഴുവൻ കണ്ടതിന് ശേഷം വീണ്ടും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടിന്യൂ ചെയ്യാം. ഏതായാലും നമുക്ക് എന്ത് ചെയ്യാം, ഇനി എക്സലിലുള്ള ടൂളുകൾ നമുക്ക് പഠിക്കാം. പിന്നെ എക്സലിലുള്ള ടൂളുകൾ നിങ്ങൾ MS വേർഡ് കഴിഞ്ഞിട്ടാണ് വരുന്നതെങ്കിൽ ഇത്ര ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കേണ്ട ആവശ്യം വരുന്നില്ല. കാരണം MS വേർഡിൽ വരുന്ന പ്രധാനപ്പെട്ട എല്ലാ ടൂളുകളും ഇതിൽ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. വളരെ കുറച്ച് ടൂളുകൾ മാത്രമാണ് പുതിയതായിട്ട് വരുന്നത്. മെയിനായിട്ട് ഫോർമുല, ഡാറ്റ, അതേപോലെ തന്നെ അങ്ങനെയുള്ള പല കാര്യങ്ങളുമാണ് ഇതിൽ പുതിയതായിട്ട് വരുന്നത്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മുമ്പ് പഠിച്ചത് തന്നെയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഇതിൻ്റെ ഉള്ളിലെ പല കാര്യങ്ങളും ചെയ്യാം, എങ്ങനെ ഇതിൻ്റെ ഉള്ളിലെ ഓരോ വർക്കുകൾ ചെയ്യാം, എങ്ങനെ ഇത് നമുക്ക് ഉപയോഗിക്കാം എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പ്രധാനമായിട്ടും പറയാൻ പോകുന്നത്. അപ്പോൾ ഹോം ടാബിലുള്ള കുറച്ച് ടൂളുകൾ നമുക്ക് എങ്ങനെ ഉപയോഗിക്കാം, അത് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം എന്നാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ പോകുന്നത്. അപ്പോൾ നോർമലി നമ്മൾ ചെയ്യുന്ന രൂപത്തിൽ തന്നെ ഞാനിതിലേക്ക് കുറച്ച് നമ്പേഴ്സ് ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എക്സലിൽ എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും ഏതെങ്കിലും ഒരു ഡാറ്റാസ് ടൈപ്പ് ചെയ്തിട്ട് അതിനെ ഫോളോ ചെയ്ത് പറയുകയാണെങ്കിൽ കാര്യങ്ങളൊന്നുകൂടി നമുക്ക് മനസ്സിലാവുകയും അതെവിടെ ഉപയോഗിക്കണം എന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഞാനിവിടെ താൽക്കാലികമായിട്ട് കുറച്ച് നമ്പേഴ്സുകളൊക്കെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. റാൻഡമായിട്ട് ഇന്ന നമ്പർ തന്നെ വേണമെന്നൊന്നുമില്ല, ഏതെങ്കിലും കുറച്ച് നമ്പേഴ്സ് നമുക്കിതിൽ കാൽക്കുലേറ്റ് ചെയ്ത് പഠിക്കാനും അതേപോലത്തെ കളറ്, ഫോർമാറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ കുറച്ച് നമ്പേഴ്സുകളൊക്കെ ടൈപ്പ് ചെയ്തു. ഇനി ആദ്യം തന്നെ നമുക്കിവിടെ വരുന്നതാണ് കട്ട്, കോപ്പി, പേസ്റ്റ്. നമ്മൾ വേർഡിൽ ഡീറ്റെയിൽ ആയിട്ട് അല്ലെങ്കിൽ വേർഡിൻ്റെ തുടക്ക ക്ലാസ്സുകളിൽ തന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ളൊരു ടൂളാണ് ഈ കട്ട്, കോപ്പി, പേസ്റ്റ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഭാഗം സെലക്ട് ചെയ്തു, എന്നിട്ട് ഇവിടെ വന്ന് കോപ്പിയിൽ ക്ലിക്ക് ചെയ്തു, എന്നിട്ട് ഏത് ഭാഗത്താണോ വേണ്ടത് അവിടെ കേസർ കൊണ്ടുപോയി വെച്ചു, എന്നിട്ട് പേസ്റ്റ് ചെയ്തു. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കോപ്പി പേസ്റ്റ് എന്ന് പറയുന്നത്. ഒരു ഭാഗത്ത് നിന്ന് സെലക്ട് ചെയ്ത് അതിനെ പോലെ തന്നെ ഒരു കോപ്പി മറ്റൊരു ഭാഗത്ത് കൊണ്ടുപോയി വെക്കുന്നതിനാണ് കോപ്പി പേസ്റ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇത്രയും ഭാഗം കട്ട് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ, ഈ കാണുന്ന ഭാഗം നമുക്ക് കട്ട് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ സെലക്ട് ചെയ്യുക, എന്നിട്ട് കട്ടിൽ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഏത് ഭാഗത്താണോ വേണ്ടത് അവിടെ കേസർ കൊണ്ടുപോയി വെക്കുക, എന്നിട്ട് പേസ്റ്റ് ചെയ്യുക. ഇതിനെയാണ് കട്ട്, കോപ്പി, പേസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ വരുന്നതാണ് ഫോണ്ട് സ്റ്റൈല്. നമുക്ക് ഈ സെലക്ട് ചെയ്ത ഫോണ്ടിന് എന്ത് സ്റ്റൈലാണോ വേണ്ടത് അത് നമുക്ക് ഇവിടുന്ന് ചേർത്ത് കൊടുക്കാം. കുറേ ഫോണ്ടിൻ്റെ സ്റ്റൈലുകൾ തന്നിട്ടുണ്ട്. ഇതിൽ ഓരോന്നിൻ്റെയും മുകളിൽ മൗസ് കൊണ്ടുപോയി വെക്കുമ്പോൾ ആ ഫോണ്ട് സ്റ്റൈലിലേക്കായിട്ട് ഈ വേർഡ് മാറി വരുന്നതായിട്ട് നമുക്കിവിടെ കാണാം. ഇതിന് ഏത് മോഡലുള്ള ഏത് ഫോണ്ട് സ്റ്റൈലാണോ വേണ്ടത് അതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ ചേഞ്ച് ചെയ്യാം. പിന്നെ ഇവിടെ വരുന്നതാണ് ടെക്സ്റ്റ് സൈസ്. നമുക്കിതിൻ്റെ ഈ കാണുന്ന അമൗണ്ടിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ടെക്സ്റ്റിൻ്റെ സൈസ് നമുക്ക് കൂട്ടാം, അതേപോലെ തന്നെ ഇവിടെ കുറയ്ക്കുകയും ചെയ്യാം. ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഫോണ്ടിൻ്റെ സൈസ് കൂട്ടാം. അതേപോലെ തന്നെ ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഫോണ്ടിൻ്റെ സൈസ് ഇവിടെ വന്ന് കുറച്ച് കൊടുക്കുകയും ചെയ്യാം. ഓക്കെ, ഇതുപോലെ നമുക്ക് ഫോണ്ടിൻ്റെ സൈസ് കൂട്ടാനും അതേപോലെ തന്നെ കുറയ്ക്കാനുമാണ് ഈ ടൂൾ യൂസ് ചെയ്യുന്നത്. ഇനി ഈ കാണുന്ന ടെക്സ്റ്റ് നമുക്കൊന്ന് കട്ടി കൂടി വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബോൾഡിൽ ക്ലിക്ക് ചെയ്യുക. ഇനി അതൊന്ന് ചെരിഞ്ഞ് വരണമെന്നുണ്ടെങ്കിൽ ഇറ്റാലിക്കിൽ ഉപയോഗിക്കാം. അതേപോലെ ഇതൊന്ന് അണ്ടർലൈൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് അണ്ടർലൈനിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ തന്നെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ബോൾഡും ഇറ്റാലിക്കും അണ്ടർലൈനും ഇവിടുന്ന് ഒഴിവാക്കാം. ഇനി ഇത് പ്രിൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കിതിൻ്റെ കൂടെ എന്തുണ്ടാവില്ല, ഗ്രിഡ് ലൈൻ അല്ലെങ്കിൽ ആ ലൈൻസുകളൊന്നും നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്ത് വരില്ല. ഇവിടെ നമുക്ക് കാണുമ്പോൾ ലൈൻസുകളൊക്കെ വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഫയൽ പ്രിൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്തില്ല, ഇതിൻ്റെ ഉള്ളിൽ ആ ലൈനുകളൊന്നും നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്ത് വരുന്നില്ല. അപ്പോൾ പ്രിൻറ്റ് ചെയ്യുമ്പോഴും നമുക്ക് കറക്റ്റായിട്ട് ഇതിൻ്റെ ഉള്ളിൽ ലൈൻസുകളൊക്കെ വരണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഇത്രയും ഭാഗം സെലക്ട് ചെയ്യുക, എന്നിട്ട് ഇവിടെ വന്ന് ഗ്രിഡ് ലൈൻ ഉണ്ട്, ഈ ബോർഡേഴ്സ് ഉണ്ട്. ബോർഡർ നമുക്ക് പല വിധത്തിൽ കൊടുക്കാം. ടോപ്പ് ബോർഡർ എന്ന് പറഞ്ഞാൽ മുകളിൽ മാത്രമായിരിക്കും, ബോട്ടം എന്ന് പറഞ്ഞാൽ താഴെ ആയിരിക്കും, ലെഫ്റ്റ് ഉണ്ട്, റൈറ്റ് ഉണ്ട്. ഇനി എല്ലാ ഭാഗത്തും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് എന്ത് ചെയ്യാം, ആൾ ബോർഡർ കൊടുക്കാം. ഇങ്ങനെ ബോർഡർ കൊടുത്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യൂ, ഇത് പ്രിൻറ്റ് ചെയ്യുമ്പോഴും നമുക്കിതിൻ്റെ കൂടെ ആ ബോർഡർ നമുക്കിതുപോലെ ഡിസ്പ്ലേ ചെയ്ത് വരും. അപ്പോൾ എന്ത് കാര്യം നമ്മൾ പ്രിൻറ്റ് ചെയ്യുകയാണെങ്കിലും അതിലേക്ക് ബോർഡർ ചേർത്ത് കൊടുക്കാൻ മറക്കരുത്. പിന്നെ നെക്സ്റ്റ് വരുന്നതാണ് ഹൈലൈറ്റ് കളർ. ഈ സെലക്ട് ചെയ്ത ഭാഗത്തിന് മാത്രമായിട്ട് നമുക്കൊരു പ്രത്യേക കളറിലായിട്ട് ഹൈലൈറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ കളർ ഫില്ല് ചെയ്ത് കൊടുക്കാനാണ് ഹൈലൈറ്റ് കളർ അല്ലെങ്കിൽ ഫിൽ കളർ യൂസ് ചെയ്യുന്നത്. ഇനി അതേപോലെ തന്നെ ടെക്സ്റ്റിന് നമുക്ക് എന്തെങ്കിലും കളേഴ്സ് ചേർത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഏത് കളേഴ്സാണോ വേണ്ടത് അത് നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം.
ഓക്കെ, പിന്നെ നമുക്കിതിൻ്റെ ഹൈറ്റ് കൂട്ടണമെന്നുണ്ടെങ്കിൽ ഈ 1ൻ്റെയും 2ൻ്റെയും ഇടയിൽ മൗസ് വെക്കുമ്പോൾ ഇതുപോലെ ഒരു പ്ലസ് സിമ്പൽ വരും. എന്നിട്ട് താഴോട്ട് ഡ്രാഗ് ചെയ്താൽ അതിന് ഈ ഭാഗത്തേക്കും, അതേപോലെ ഇങ്ങോട്ടാണ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങോട്ട് ഈ എൻ്റെയും ബീൻ്റെയും ഇടയിൽ മൗസ് കൊണ്ടുപോയി വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, രണ്ട് ഭാഗത്തേക്ക് നീങ്ങുമ്പോൾ അതിനനുസരിച്ച് ഇതിൻ്റെ ഹൈറ്റും വിഡ്ത്തും നമുക്കിതുപോലെ കൂട്ടാവുന്നതാണ്. അപ്പോൾ ഈ ഹൈറ്റ് കൂട്ടുമ്പോൾ ഈ ടെക്സ്റ്റ് ഇപ്പോൾ ഈ ഭാഗത്തായിട്ടാണ് കിടക്കുന്നത്. ഇത് നമുക്ക് ഏറ്റവും മുകളിലായിട്ട് വരണമെന്നുണ്ടെങ്കിൽ ഇതിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഇനി അത് മിഡിലാണ് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ ക്ലിക്ക് ചെയ്താൽ മതി. അതേപോലെ തന്നെ അത് ലെഫ്റ്റ് സൈഡിലാണ് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ ക്ലിക്ക് ചെയ്യുക, സെൻറ്ററിലാണ് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ ക്ലിക്ക് ചെയ്യുക, അതേപോലെ റൈറ്റിലാണ് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇനി അതേപോലെ തന്നെ നമ്മൾ ഈ കൊടുത്ത ടെക്സ്റ്റിനെ ഏത് ഡയറക്ഷനിൽ വരണമെന്ന് തീരുമാനിക്കാനും നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് ഈ കാണുന്ന ഏത് ഡയറക്ഷനിലേക്ക് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ടെക്സ്റ്റിനെ നമുക്കിതുപോലെ മാറ്റിയെടുക്കാവുന്നതാണ്. വിവിധ രൂപത്തിലുള്ള വിവിധ ഡയറക്ഷനിലേക്ക് നമുക്ക് ടെക്സ്റ്റിനെ മാറ്റിയെടുക്കാനാണ് ഈ ടൂള് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ വരുന്നതാണ് റാപ്പ് ടെക്സ്റ്റ്. ഇപ്പോൾ ഇവിടെ വന്ന് നമ്മളൊരു ടെക്സ്റ്റ് ടൈപ്പ് ചെയ്തു, വെൽക്കം ടു എക്സൽ എന്നൊരു വേർഡ് ടൈപ്പ് ചെയ്തു. ഇപ്പോൾ ഇത് ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഈ വെൽക്കം ടു എക്സൽ എന്നുള്ളത് മുഴുവനായിട്ടും എന്തിൽ കൊള്ളണില്ല, ഇപ്പോൾ ഇവിടെ വന്ന ഈ G5 എന്നുള്ള സെല്ലിൽ കൊള്ളണില്ല. ഇതിൻ്റെ കുറച്ച് ഭാഗം ഏതിലാണ് കിടക്കുന്നത്, ഈ G6 എന്നുള്ള സെല്ലിൽ, H5 എന്നുള്ള സെല്ലിലാണ് കിടക്കുന്നത്. ഈ H5ൽ എന്തെങ്കിലും ഡാറ്റാസ് ടൈപ്പ് ചെയ്യുമ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന ഡാറ്റ നമുക്ക് എന്ത് ചെയ്യില്ല, ഇവിടെ മുഴുവനായിട്ട് കാണാൻ കഴിയില്ല. അപ്പോൾ ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടെക്സ്റ്റ് റാപ്പ് ടെക്സ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മൾ ആ കൊടുത്ത ടെക്സ്റ്റുകൾ മുഴുവനായിട്ടും എന്ത് ചെയ്യും, ഒരു ടെക്സ്റ്റ് ബോക്സിൽ അല്ലെങ്കിൽ ഒരു ബോക്സിലായിട്ട് തന്നെ നമുക്കിതുപോലെ കാണിച്ചു തരും. ഇവിടെ തന്നെ ക്ലിക്ക് ചെയ്താൽ അത് പഴയ രൂപത്തിലേക്ക് തന്നെ വരും. അപ്പോൾ ഒരു സെല്ലിൽ ഇനി ഇങ്ങനെ മാത്രമല്ല, നമുക്ക് ഏതെങ്കിലും ഒരു സെല്ലിന് റാപ്പ് ടെക്സ്റ്റ് കൊടുക്കുകയാണെങ്കിൽ അതിൽ നമുക്ക് എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ എക്സാമ്പിൾ ഞാനിവിടെ വന്ന് അലോ വേൾഡ് എന്ന് ടൈപ്പ് ചെയ്തു, അത് മുഴുവനായിട്ടും അതിൽ കൊള്ളാത്തതുകൊണ്ട് ബാക്കിയുള്ള ഭാഗങ്ങൾ എങ്ങനെയാണ് അടുത്ത ലൈനിലാണ് വരുന്നത്. ഈ രൂപത്തിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് റാപ്പ് ടെക്സ്റ്റ് യൂസ് ചെയ്യുന്നത്. ഒരു സെല്ലിലുള്ള മുഴുവൻ ഡാറ്റാസ് അതിൽ കൊള്ളണില്ലെങ്കിൽ അടുത്ത ലൈന് തുടങ്ങുന്നതിൻ്റെ മുമ്പ് അടുത്ത ലൈൻ ഒരു സെല്ലിൽ ഡാറ്റാസ് മുഴുവൻ കൊള്ളണില്ലെങ്കിൽ അടുത്ത ലൈന് തുടങ്ങുമ്പോൾ അത് അടുത്ത വരിയിൽ, അതായത് മുഴുവനായിട്ട് ഡാറ്റാസ് അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ലെങ്കിൽ പുതിയൊരു ലൈനിലായിട്ട് തുടക്കാൻ വേണ്ടിയിട്ടാണ് റാപ്പ് ടെക്സ്റ്റ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ വരുന്നതാണ് മെർജ്. മെർജ് എന്ന് പറഞ്ഞാൽ സെലക്ട് ചെയ്ത ഭാഗം മുഴുവനായിട്ടും നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ ഒറ്റ ഭാഗമാക്കി മാറ്റാം. എത്രയാണോ നമ്മൾ സെലക്ട് ചെയ്യുന്നത് ആ ഭാഗം മുഴുവനായിട്ടും നമുക്ക് ഒരൊറ്റ സെല്ലാക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് റാപ്പ് ടെക്സ്റ്റ് മെർജ് ആൻഡ് സെൻറ്റർ ഉപയോഗിക്കുന്നത്. മെർജ് ആൻഡ് സെൻറ്റർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിലുള്ള ടെക്സ്റ്റ് നേരെ ഇവിടെ പോയി കിടക്കും, സെൻറ്ററിലായിട്ട് പോയി കിടക്കും. ഇവിടെ തന്നെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്കത് പഴയ രൂപത്തിലേക്കാക്കാം. ഇനി നെക്സ്റ്റ് വരുന്നതാണ് നമ്പർ എന്നുള്ള ഫോർമാറ്റ്. നമ്പർ മീൻസ് അതായത് നമ്മളിവിടെ ഒരു സെല്ലുണ്ട്, ഇപ്പോൾ എക്സാമ്പിൾ ഈ A1 എന്ന സെല്ലുണ്ട്. ഇതിൻ്റെ ഉള്ളിലുള്ള ഡാറ്റാസ് അല്ലെങ്കിൽ ഇതിൽ എൻ്റർ ചെയ്യുന്ന ഡാറ്റാസിന് ഏത് ഫോർമാറ്റ് വരണം എന്ന് തീരുമാനിക്കാൻ വേണ്ടിയിട്ടാണ് ഫോർമാറ്റ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ വന്നിട്ട് എന്ത് ചെയ്തു, ഒരു നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്തു. ജസ്റ്റ് ഒരു നമ്പർ 10,000 എന്നുള്ളൊരു നമ്പർ ഞാനിവിടെ ടൈപ്പ് ചെയ്തു. ഇനി ഈ നമ്പർ സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മളിവിടെ വന്ന് ഈ നമ്പർ ഫോർമാറ്റിൽ ജനറലാണ് കൊടുക്കണമെങ്കിൽ നോർമലായിട്ട്, അതായത് പ്രത്യേക ഒരു സ്പെസിഫിക് ആയിട്ടുള്ള സ്റ്റൈലുകളൊന്നുമില്ല, നോർമലി സാധാരണ ഈ കാണുന്ന രൂപത്തിലുള്ളൊരു സ്റ്റൈല് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ജനറൽ യൂസ് ചെയ്യുന്നത്. നമ്പർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൂടെ നോക്കൂ ഒരു 0 കൂടി ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. ഇങ്ങനെ നമ്പറിൻ്റെ കൂടെ ഒരു 0 കൂടി ഇൻക്ലൂഡ് ആയ ഒരു നമ്പർ ഫോർമാറ്റിലേക്ക് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാനാണ് നമ്പർ ഉപയോഗിക്കുന്നത്. ഇനി കറൻസി എന്ന് പറഞ്ഞാൽ കറൻസി സിമ്പിൾ, നമുക്കിതിൻ്റെ കൂടെ കറൻസി സിമ്പിൾ കൂടി, ഇപ്പോൾ ഇന്ത്യൻ്റെ കറൻസി സിമ്പിളാണ് നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്യുന്നത്. ഇതിൻ്റെ കൂടെ നമുക്കിതുപോലെ ഒരു കറൻസി സിമ്പിൾ കൂടി ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കറൻസി എന്നുള്ള ഫോർമാറ്റ് ഉപയോഗിക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഇവിടെ ഇന്ത്യൻ കറൻസിൻ്റെ ഫോർമാറ്റ് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ മോർ നമ്പർ ഫോർമാറ്റിൽ പോയതിന് ശേഷം ഇവിടുന്ന് നിങ്ങൾ കറൻസി സെലക്ട് ചെയ്യുക. എന്നിട്ട് ഏത് രാഷ്ട്രത്തിൻ്റെ കറൻസി സിമ്പിളാണ് വേണ്ടത് അത് നിങ്ങൾക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ആ കറൻസി സിമ്പിൾ എന്ത് ചെയ്യും, അവിടെ അപ്ലൈ ആവും. ഞാനിപ്പോൾ ഡിഫാൾട്ടായിട്ട് ഇന്ത്യ ആയിട്ട് ചേർത്ത് കൊടുക്കുന്നത് കൊണ്ടാണ് ഈ രൂപത്തിൽ ഡിസ്പ്ലേ ചെയ്ത് വരുന്നത്. പിന്നെ ഇവിടെ നെക്സ്റ്റ് വരുന്നത്
അക്കൗണ്ടിങ് സെയിം നമ്മൾ കറൻസി ഫോർമാറ്റിൽ കൊടുത്ത രൂപത്തിൽ തന്നെ അക്കൗണ്ടിങ് ഒക്കെ എഴുതുമ്പോൾ ആ നമ്പേഴ്സുകളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാനാണ് അക്കൗണ്ടിങ് ഫോർമാറ്റ് യൂസ് ചെയ്യുന്നത്. ഇനി അതിൻ്റെ ഉള്ളിലത്തെ ഡാറ്റാസ് നമുക്കൊരു ഡേറ്റ് ഫോർമാറ്റിലായിട്ട് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാനാണ് ഷോർട്ട് ഡേറ്റ് യൂസ് ചെയ്യുന്നത്. അതേപോലെ ലോങ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ മുഴുവനായിട്ടുള്ള ഡാറ്റാസ് ഒരു ബോക്സിലായിട്ട് ഇതുപോലെ കൊടുത്ത ഡാറ്റാസുകൾ ലോങ് ആയിട്ടുള്ള ഡേറ്റ് ഫോർമാറ്റിൽ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാനാണ് ലോങ് ഡേറ്റ് യൂസ് ചെയ്യുന്നത്. അതേപോലെ ടൈം ഉണ്ട്, പേഴ്സൻറ്റേജ് ഉണ്ട്, ഇനി ടെക്സ്റ്റ് ഉണ്ട്. അങ്ങനെ നമ്മൾ ആ സെല്ലിൽ കൊടുക്കുന്ന ഡാറ്റാസിന് ഏത് ഫോർമാറ്റിലേക്ക് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് ചേഞ്ച് ചെയ്തെടുക്കാം. പിന്നെ കറൻസി സിമ്പൽ എന്ന് മോർ അക്കൗണ്ടിങ് ഫോർമാറ്റ് എന്ന് നമ്മൾ പറഞ്ഞു. നമുക്ക് ഏത് രാഷ്ട്രത്തിൻ്റെ കറൻസി സിമ്പലാണ് ഇതിലേക്ക് വേണ്ടത് അത് ആഡ് ചെയ്യാൻ. ഇപ്പോൾ കുറച്ച് ഡിഫാൾട്ടായിട്ട് ഇവിടെ തന്നിട്ടുണ്ട്. ഇനി ഇതിലില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, മോർ അക്കൗണ്ടിങ് ഫോർമാറ്റിൽ പോയിട്ട് നമുക്കതിന്ന് വേണ്ടത് ഏതാണോ അത് സെലക്ട് ചെയ്തെടുക്കാം. ഇനി വീണ്ടും നമുക്കിത് ജനറലായിട്ട് തന്നെ കൊണ്ടുവരാം. ജനറലായിട്ട്, അതായത് പഴയ രൂപത്തിലേക്ക് ആക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ജനറൽ സെലക്ട് ചെയ്താൽ മതി. ഇനി പെർസെൻറ്റേജ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുത്ത ഡാറ്റാസിന് ഇതുപോലെ ഒരു പെർസെൻറ്റേജ് ഫോർമാറ്റ് അല്ലെങ്കിൽ പെർസെൻറ്റേജ് ഡിസ്പ്ലേ ചെയ്യുന്ന രൂപത്തിൽ നമുക്ക് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാനാണ് പെർസെൻറ്റേജ് ഉപയോഗിക്കുന്നത്. കോമ സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 10,000 ഒക്കെ എഴുതുകയാണെങ്കിൽ ഇതുപോലെ കോമയൊക്കെ ഇട്ടിട്ട് ചേർത്ത് കൊടുക്കാനാണ് കോമ സ്റ്റൈൽ യൂസ് ചെയ്യുന്നത്. വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം, ജനറൽ ക്ലിക്ക് ചെയ്തത് പഴയ രൂപത്തിലേക്ക് തന്നെ വരാം. ഇനി ഇൻക്രീസ് ഡിസിമൽ എന്ന് പറഞ്ഞാൽ പോയിന്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇൻക്രീസ് ഡിസിമൽ പോയിന്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് സീറോകളുടെ എണ്ണം എത്ര വേണമെങ്കിലും എന്ത് ചെയ്യാം, ഇവിടുന്ന് കൂട്ടിക്കൊടുക്കാം. അതേപോലെ തന്നെ പോയിന്റ് കഴിഞ്ഞതിന് ശേഷം സീറോകളുടെ എണ്ണം നമുക്ക് എത്ര വേണമെങ്കിലും ഇതുപോലെ കുറച്ച് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ഫസ്റ്റ് ക്ലാസ്സിൽ ഞാൻ പ്രധാനമായിട്ടും പറഞ്ഞത് എക്സലിലുള്ള കുറച്ച് ടൂളുകൾ എങ്ങനെയാണ് ഉപയോഗിക്കാമെന്നും അത് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഒരു വർക്ക് ബുക്കിൽ ചെയ്യാം എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. എല്ലാ ടൂളുകളും നിങ്ങൾ എടുത്തിട്ട് എന്തെങ്കിലും ഒരു വർക്കുകളൊക്കെ വെച്ചിട്ട് ചെയ്യുക. അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യൂ, ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഒന്നുകൂടി ഡീപ്പായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവൂ. ഇതിൽ ചെയ്യേണ്ട വർക്ക് ബുക്കുകൾ അല്ലെങ്കിൽ വർക്ക് ഷീറ്റുകളോ വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി, നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ മാക്സിമം നിങ്ങളിതിൽ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കി പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട് അല്ലെങ്കിൽ കൂടുതലായിട്ട് എന്തെങ്കിലും സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.